മരുമോളാണ് ഒരു സുഖമില്ലാത്ത കൊച്ചു. തലയ്ക്ക് സുഖം. പെണ്ണിനെ കണ്ട നേരത്ത്. ഹലോ, ഫാമിലി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രഷ്യസ് ആണല്ലേ. നമുക്ക് വിലമതിക്കാനാവത്തില്ല. അതുപോലെ അത്രയും സന്തോഷം നമുക്ക് വേറെ എവിടെ നിന്നാലും കിട്ടത്തില്ല അല്ലേ. അന്നേരം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കൂട്ടുകുടുംബത്തിലൊന്നും അല്ലല്ലോ ജനിച്ചത്. നമുക്കാകെ ഉണ്ടായിരുന്നത് ഒരമ്മൂമ്മ മാത്രമാണ്. ഇങ്ങനൊരു കുടുംബത്തിൽ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്ന് മാത്രം. അന്നേരം നമ്മളാണെങ്കിൽ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സ്ഥലത്തോട്ട് പോവാണ്. മഞ്ചള്ളൂർ പോവാണ് കേട്ടോ. അന്നേരം മഞ്ചള്ളൂരാണെങ്കിൽ നമുക്ക് നമ്മുടെ നാത്തൂൻ്റെ വീടാണ്. നാത്തൂന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. അന്നേരം അവിടെ ഭയങ്കര പിന്നെ ഒരു പരിപാടിക്ക് പോവാണ് നമ്മൾ. അന്നേരം ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ട്. കണ്ടോ വിച്ചുമോൻ്റെ കാല് കണ്ടോ, അവൻ ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുവാണ്. ഈ ഇലയപ്പം കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ കൂരവ് പൊടിയില്ലേ, അന്നേരം കൂരവ് പൊടി കുറച്ച് മാത്രം മൈദയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്നിട്ട് തേങ്ങ, ശർക്കര, പിന്നെ നമ്മുടെ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നേ, അന്നേരം അതും കൂടെ ഇട്ട് എന്താകുമ്പോൾ തേങ്ങ കുറച്ച് മതി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അന്നേരം കഴിച്ചവരെല്ലാം പറഞ്ഞു. പിന്നെ വിച്ചുമോൻ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരും ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. പിന്നെ ഇത് നമ്മൾ അവിടെ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അത് അടുപ്പേ കയറ്റിയായിരുന്നു. എന്നിട്ട് നമ്മൾ വിച്ചുമോനെ കൊണ്ടുവന്ന് കിടത്തി കേട്ടോ. എന്നിട്ട് അവനെ ഒരു വിധത്തിൽ നമ്മൾ ഉറക്കുവാണ്. ഇനി എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾ കിടന്നുകൊണ്ട് അലയ്ക്കേണ്ട. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം ഇങ്ങനത്തെ നൈറ്റികളാണ് ഇടാറുള്ളത് കേട്ടോ. പിന്നെ ഇതാണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറേ സമയം എടുക്കും കേട്ടോ വേവാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം. അന്നേരം അതെല്ലാം എടുത്തൊരു കവറിലാക്കിയിട്ട് നമ്മൾ നേരെ ശരത്തണ്ണൻ്റെ ഓട്ടയിൽ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും നമ്മൾ കൂടുതൽ ശരത്തണ്ണൻ്റെ ഓട്ടോ അല്ല ദീപുവിൻ്റെ ഓട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ അവർ രണ്ടുമാണ് നമ്മുടെ വീടിനടുത്തുള്ളത്. ഇവർ കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ വേറെ ആൾക്കാരെ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് എൻ്റെ പിന്നെ വിച്ചുണ്ടത് ഇതാണ് ഈ ഡ്രസ്സാണ്. അവന് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വഴി സ്വന്തമായിട്ട് അറിയാൻ തന്നെ പൊക്കോളാം എന്നാണ് പറയുന്നത് കേട്ടോ. മുന്നിൽ കയറിയ നടന്നങ്ങ് പൊക്കോളും. പിന്നെ നമ്മൾ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അന്നേരം അതെല്ലാം കൂടെ എടുത്തു. തണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. തണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടുകുടുംബമാകുമ്പം ഇല്ല ചട്ടിയും കലമാകുമ്പം തട്ടിയും മുട്ടി ഇരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചിലപ്പോൾ ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അതാണ് ഇവരുടെ ഒരു വിജയം എന്ന് വെച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫാമിലി. അങ്ങനെ നമ്മൾ വന്ന പരിപാടിയിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അതായത് നമ്മളൊരു കൈകൊട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പേര് മാത്രമല്ല, വേറെ 2-3 പേരൂടെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അയ്യോ എൻ്റെ വിച്ചുമോൻ വീണ്. നിങ്ങൾ വിചാരിക്കും മനപ്പുറം ഞാൻ തെളിയിട്ടെന്ന്. സത്യമായിട്ട് അവൻ വീഴുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അവൻ വന്ന് കാലിൽ കയറി കെട്ടിപ്പിടിക്കുന്ന പോലും അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ പ്രാക്ടീസിലോട്ട് കടന്നിരിക്കുകയാണ് ഗേസ്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് ഞാൻ പാട്ടോടെ ഇടണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ നമുക്ക് പാട്ടോടെ ഇടാൻ പറ്റത്തില്ല. വേറൊന്നുമല്ല, എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടും കേട്ടോ. ഞാൻ നോക്കിയതാണ് അങ്ങനെ ഇടാൻ പറ്റുമെന്ന്. അന്നേരം കോപ്പിറൈറ്റ് കിട്ടുവാണ് ഗേസ്. അന്നേരം ഞാൻ വിചാരിച്ച് അത് വേറെ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട്, അതായത് നമ്മളല്ലാതെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം മുഴുവൻ കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കൈ അടിച്ച് നല്ല വൃത്തിക്ക് കളിക്കുന്നതാണ് കൈകൊട്ടിക്കളി. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം വേറൊന്നുമല്ല, നല്ല പോലെ പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അന്നേരം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഇത്ര ഇമ്പ്രൂവ് ആയല്ലോ എന്നുള്ളതാണ് സന്തോഷം. അങ്ങനെ നമ്മൾ കൈകൊട്ടിക്കളിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. തിന്നെങ്കിലും വേണ്ടിയല്ല മേടിച്ച് ഞങ്ങൾക്ക് തരാനാ. ഉണ്ണിക്കും എനിക്ക് ഷാജിക്കും തരാനാ. അന്നേരം ഈ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മോള്. അല്ലേ അല്ലേ അല്ല, ബന്ധം പറയുവാന്ന്. എന്റെ അയ്യോ, എന്റെ ഭർത്താവിന്റെ പെങ്ങളാണ് ഇതാ ഇരിക്കുന്നത്. ഏറ്റവും മൂത്ത പെങ്ങള്, തലമൂത്ത പെങ്ങള്. ഇച്ചിരി മൂത്ത് കൂടുതലാട്ടോ. അത് ഇതെന്റെ
അയ്യോ ഇതെന്റെ മരുമോളാണ്. ഒരു സുഖമില്ലാത്ത കൊച്ചു, തലയ്ക്ക് സുഖമില്ലാത്ത ഇങ്ങനെയൊക്കെ നേരെ നോക്കടി, ഇല്ലെങ്കിൽ ഞാൻ പറയും നേരെ നോക്കടി. അവള് രക്ഷപ്പെട്ട് അന്നേരം ഇതിനെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ചേട്ടന്റെ മോളാണ്. ഇത് എന്റെ നാത്തൂന്റെ മോളാണ് കേട്ടോ. ഇതിന്റെ അമ്മയല്ല ആദ്യം കാണിച്ചേ. ഇത് ഇളയ നാത്തൂന്റെ ആണേ. ഇതാണ് ഇളയ നാത്തൂൻ എന്ന് പറയുന്നത്. പാവമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എവിടേക്കോ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്നേരം ഇതൊക്കെ അത് ഞങ്ങളുടെ വല്യമ്മച്ചാണ്, അമ്മയുടെ ചേട്ടന്റെയാണ്. പിന്നെ എന്റെ അമ്മായിമ്മയൊക്കെ അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരുന്നതാണ്. പിന്നെ ആരാ അമ്മ ഇടയ്ക്കിടയ്ക്ക് കാണാൻ. അയ്യോ ഇത് പറയാൻ മറന്നുപോയി. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു താരമാണ്. ഇവരുടെ ഏറ്റവും ഇളയ മോളാണ് കേട്ടോ. അന്നേരം ഇതാണ് ഞങ്ങളുടെ ഫാമിലി. വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊലി കാട്ടി വേലവൻ പള്ളി മേടേക്ക്. കള്ളി പെൺകുടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളുന്നേ. നിന്നെ കെട്ടുവാനൻ മനസ്സിൽ മോഹം തോന്നും. കള്ളക്കണ്ണൊലി കാട്ടി വേലവൻ പള്ളി മേടേക്ക്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും പൊന്നുമോനെ. ചന്ദനമോ കുങ്കുമമോ എന്തു നിറം ഈ മൂത്തേ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും പൊന്നുമോനെ. ചന്ദനമോ കുങ്കുമമോ എന്തു നിറം ഈ മൂത്തേ. മാവിന്മേൽ മാങ്ങയുണ്ടോ, പേരയ്ക്കുമ്പേൽ നാരങ്ങയോ. കാക്കക്കൂട്ടിൽ കുയിലിരുന്നാൽ പാടുമ്പോൾ പറക്കുമല്ലി എന്നു. വെറ്റിലയോ പച്ച നിറം പലക്കടയ്ക്കായി. വെറ്റിലയോ പച്ച നിറം പലക്കടയ്ക്കായി. ഇളം ചുവപ്പ് ചുണ്ണാമ്പിനോ വെള്ള നിറം. തുപ്പിയാലോ ചുവപ്പ് നിറം. വെറ്റിലയോ പച്ച നിറം പലക്കടയ്ക്കായി. ഇളം ചുവപ്പ് ചുണ്ണാമ്പിനോ വെള്ള നിറം. തുപ്പിയാലോ ചുവപ്പ് നിറം. പെണ്ണിനെന്നും കുറ്റമല്ലേ, പെണ്ണില്ലെങ്കിൽ ജന്മമില്ല. സീത പണ്ട് ചെയ്തതുപോൽ തീയിൽ ഞാൻ ചാടണമോ. ഒന്നും രണ്ടല്ലേടി, നമ്മൾ രണ്ടും ഒന്നല്ലേടി. ഞാനും നീയും കൂടിയ കാലം ടാറ്റ. അക്കയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിവിടെ അക്കയെന്നാണ് കേട്ടോ വിളിക്കുന്നത്. പേര് ലതാന്നാണ്. അന്നേരം അക്ക നല്ലപോലെ പാടും, അതുപോലെ ഡാൻസൊക്കെ കളിക്കും. ഡാൻസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ വിച്ചുമോനെ എടുത്തുകൊണ്ട് അവരോട് ബയ്യൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഒരു 6 മണി ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നടന്നു പോവാണ്. കാരണം വണ്ടി വിളിച്ച് പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നു പോവാണ് കേട്ടോ. നേരെ നമ്മൾ പുന്നലിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 6 മണി ആയാലും നമുക്ക് ബസ്സുണ്ട്, 7:30 വരെ എങ്ങാണ്ട് ബസ്സുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലയെന്ന് വിചാരിച്ച് നമ്മൾ നടന്ന് പോവാണ്. ഞാൻ വിച്ചുവിനെ എടുത്തുകൊണ്ട് സത്യം പറഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. എൻ്റെ ഭാഗ്യത്തിനാന്ന് തോന്നുന്നു പുള്ളി പകുതി എത്തിയപ്പോൾ ഒന്ന് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പക്ഷേ ഈ ഇറങ്ങിയെങ്കിലും ഇയാൾ ഈ റോഡ് മാറിയൊക്കെ അങ്ങ് പോകുമായിരുന്നു കേട്ടോ. ഓട്ടത്തോടോട്ടമായിരുന്നു. ഞാൻ അതിൻ്റെ പുറകിന് ഓടുമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ അമ്മയെ കാണാതെ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ കവലയമ്മയുടെ അടുത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ കയറി പ്രാർത്ഥിച്ച് തൊഴുത് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അന്നേരത്തേക്ക് ഒന്ന് മങ്ങി കേട്ടോ. അന്തരീക്ഷമൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്നാ പറയുക, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഭയങ്കര പട്ടിയുടെ കുരയാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, വേറെ ഒന്നും വിചാരിക്കല്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ എനിക്കൊരു വേറൊരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഏട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ നമ്മളെ പുന്നലിലോട്ട് കൊണ്ടുവിട്ടു കേട്ടോ. ഞാൻ വന്നെന്നറിഞ്ഞപ്പോഴേ എൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവള് അഞ്ചും ആദിത്യയൊക്കെ ഇത് ഈ കൈകുട്ടിക്കളിക്ക് വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ അതൊക്കെ പഠിപ്പിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.